NDA സഖ്യം തൂത്തുവാരിയ ബീഹാർ ഇലക്ഷൻ റിസൾട്ടിന് പിന്നാലെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനെ ചീത്ത വിളിച്ചുകൊണ്ട് കോൺഗ്രസും മറ്റു പ്രതിപക്ഷ പാർട്ടികളും ഒക്കെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ ഉള്ള ഒറ്റകക്ഷിയായ RJDക്ക് എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലഭിക്കാത്തത് എന്നൊക്കെയുള്ള മണ്ടത്തരങ്ങൾ ചോദിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ സോഷ്യൽ മീഡിയയിലൊക്കെ കയർ പൊട്ടിക്കുന്നത്. കണക്ക് പരീക്ഷയിൽ തോറ്റതിന് എക്സാം ബോർഡിനെ കുറ്റം പറഞ്ഞ ടീമുകളായിരിക്കും മിക്കവാറും ഇവർ. കാരണം ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ അവർക്ക് അങ്ങനെയുള്ളവർക്കേ പറയാൻ കഴിയുള്ളൂ. കാരണം എന്തായാലും ഇവർക്ക് ബേസിക് മാത്തമാറ്റിക്സ് പഠിപ്പിച്ചു കൊടുക്കുക എന്നത് ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്തം അല്ലാത്തത് കൊണ്ടായിരിക്കണം ഇത്തരം ആരോപണങ്ങളെ ഇലക്ഷൻ കമ്മീഷൻ അർഹിച്ച അവഗണനയോടെ തള്ളിക്കളഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ ഇതിൽ കാമ്പുള്ള ആരോപണം എന്ന് പ്രത്യക്ഷത്തിൽ തോന്നുന്ന ആരോപണവുമായിട്ടാണ് ബീഹാറിലെ CPI-ML നേതാവ് ദിബങ്കർ ഭട്ടാചാര്യ രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ബീഹാറിൽ തീവ്ര വോട്ടർ പരിഷ്കരണത്തിന് ശേഷം സെപ്റ്റംബർ 30 അന്തിമ വോട്ടർ പട്ടിക, അതായത് ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് ഫ്രീസ് ചെയ്ത സമയത്ത്, അന്തിമ വോട്ടർ പട്ടിക പ്രഖ്യാപിച്ച സമയത്ത് 7,42,00,000 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം വോട്ടർമാരുടെ കണക്കുകൾ പുറത്തുവിടുന്ന സമയത്ത് ടോട്ടൽ ഇലക്ടറേറ്റ് എന്നത് 7,45,00,000 മാറി. 3 ലക്ഷം പേരുടെ വർധനവ്. വോട്ടർ പട്ടികയിൽ ഉള്ളതിനേക്കാൾ 3 ലക്ഷം പേർ വോട്ട് ചെയ്തിരിക്കുന്നു. BJPക്ക് വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ അനധികൃതമായി തിരികെ കയറ്റിയ 3 ലക്ഷം പേർ. ഇതായിരുന്നു ആരോപണം. CPI-ML നേതാവ് പൊക്കിക്കൊണ്ടുവന്ന ഈ ആരോപണം കുറെ മാധ്യമങ്ങളും കുറെ കോൺഗ്രസ് നേതാക്കന്മാരും സോഷ്യൽ മീഡിയയിലെ കോൺഗ്രസ് സീൽബന്ദികളും ഒക്കെ ഏറ്റുപിടിച്ചിട്ടുണ്ട്. ശരിക്കും അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഇങ്ങനെ ആളുകളെ പട്ടികയിൽ ചേർക്കാൻ പറ്റുമോ? 1950 റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് അനുസരിച്ച് അത് സാധ്യമാണ്, അത് പറ്റും. അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം നോമിനേഷൻ ഫയൽ ചെയ്യുന്ന അവസാന തീയതി വരെയും നമുക്ക് വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് ആളെ ചേർക്കാൻ സാധിക്കും. 1960 രജിസ്ട്രേഷൻ ഓഫ് ഇലക്ട്രൽ റൂൾസിലെ 12ാമത്തെ ചട്ടപ്രകാരം ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറിന് പുതുതായിട്ട് വോട്ട് ചേർക്കാവുന്ന ഫോം 6 അടക്കമുള്ള രേഖകളൊക്കെ തന്നെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷവും സ്വീകരിക്കാവുന്നതാണ്. ഈ പുതുതായി ചേർക്കുന്നതിനെയാണ് കണ്ടിന്യൂസ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്, അഥവാ CU എന്ന് പറയുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഹാൻഡ് ബുക്കിലൊക്കെ വളരെ കൃത്യമായിട്ട് കണ്ടിന്യൂസ് അപ്ഡേറ്റ് എന്താണെന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 30 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഒക്ടോബർ 1-നും 2 ഘട്ടങ്ങളിലുള്ള ഇലക്ഷൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിക്കും ഇടയിൽ നിരവധി സാധുവായിട്ടുള്ള അപേക്ഷകൾ വന്നെന്നും സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം യോഗ്യരായിട്ടുള്ള എല്ലാ അപേക്ഷകരെയും പട്ടികയിൽ ചേർത്തെന്നും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഈ കൂട്ടിച്ചേർക്കലുകളാണ് 3 ലക്ഷം വോട്ടർമാരുടെ വർധനവിന് കാരണമായത്. ചുരുക്കി പറഞ്ഞാൽ നിയമപ്രകാരം നടക്കുന്ന ഭരണഘടനാപരമായിട്ട് ആർട്ടിക്കിൾ 326 പ്രകാരം ഒരു വ്യക്തിക്കുള്ള അവകാശത്തിനെ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഇലക്ഷൻ പ്രക്രിയയുടെ കണ്ടിന്യൂസ് അപ്ഡേറ്റിനെ പോലും തെറ്റായി വ്യാഖ്യാനിച്ച് ഇലക്ഷൻ കമ്മീഷൻ BJPക്ക് വേണ്ടി വോട്ടേഴ്സ് ലിസ്റ്റിൽ ആളെ ചേർക്കുന്നു എന്നൊക്കെയാണ് ഇവർ പുലമ്പുന്നത്. അവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ, ഇപ്പോ ഇലക്ഷൻ കഴിഞ്ഞ് 2 ദിവസമേ ആയിട്ടുള്ളൂ. ഇനി 45 ദിവസം നിങ്ങളുടെ കയ്യിലുണ്ട്. പരാതി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള വിൻഡോകൾ 45 ദിവസം ഇനി തുറന്നിരിക്കും. വോട്ട് ചോരി ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ CCTV ദൃശ്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ 3 ലക്ഷം പേരെ അനധികൃതമായി വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് പരാതി. ഈ പരാതികളെല്ലാം തന്നെ കൊടുക്കാനുള്ള സമയം ഇതാണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് വേണമെങ്കിൽ പരാതി കൊടുക്കാം. ഇനി ഇലക്ഷൻ കമ്മീഷന് വിശ്വാസമില്ലെങ്കിൽ കോടതിയിൽ പരാതി കൊടുക്കാം. പക്ഷെ ഇതൊന്നും ചെയ്യാതെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഭരണഘടനയുടെ പോക്കറ്റ് കോപ്പി പൊക്കിക്കൊണ്ടുവന്നിട്ട് വോട്ട് ചോരി എന്നും പറഞ്ഞ് ഇറങ്ങിയാൽ അത് ഭരണഘടനയെ രക്ഷിക്കലല്ല, ചവിട്ടിത്താഴ്ത്തലാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസിന്റെ മലയാളം.